ഈശോമിശിഹായിരിക്കട്ടെ. നമ്മളെല്ലാവരും ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഒരുങ്ങി തുടങ്ങിയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറയുമായിരുന്നു, ഈശോയെ, കാലിത്തൊഴുത്തിനേക്കാളും ഭയങ്കര മലിനമായിട്ട് കിടക്കുക എൻ്റെ ഹൃദയം, എന്നാലും നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. വെളിപാട് 3:20 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും സ്വരം കേട്ട് എൻ്റെ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്ന് പിറക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എത്ര മോശം അവസ്ഥയിലാണെങ്കിലും ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കൊന്ന് നീ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് തന്നാൽ മതി, പിന്നെ ഞാനത് ഭയങ്കര മനോഹരമാക്കി തരാമെന്ന് ഈശോ ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഈ ലോകത്തിലുള്ള ഒരുപാട് 100,000 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിനും അതിങ്ങനെ തുറന്നു കൊടുത്ത് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായി കിടക്കുക അല്ലേ. കാൽത്തൊഴുത്തിൻ്റെക്കാളും ഭയങ്കര മോശമായിട്ട് കിടക്കുക. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയണ്ട, ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഏറ്റവും മനോഹരമായ ഒരു പുൽക്കൂടാക്കി ഈശോ തന്നെ മാറ്റും അല്ലേ. അപ്പം നമ്മൾക്ക് ഇപ്രാവശ്യം ഒത്തിരി ആഘോഷങ്ങളും കാര്യങ്ങളെല്ലാം പുറമെ നടക്കുന്നുണ്ട്. എന്നാലും നമ്മൾക്ക് ഒത്തിരി ആത്മീയമായിട്ട് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ എന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാതെ നമ്മുടെ എത്രമാത്രം നമ്മുടെ ആഗ്രഹം തീവ്രമാണോ അത്രമാത്രം നമുക്കത് എന്താ പറയുക, ഈശോ വരും. ഈശോയ്ക്ക് അത്ര ഇഷ്ടമാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് വന്ന് വസിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ഈശോനെ ക്ഷണിച്ചാൽ മാത്രം മതി. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വളരെ റീസെൻ്റ് ആയിട്ട് ഒരു അച്ഛൻ്റെ ഒരു ടോക്കിൽ ഇങ്ങനെ കേട്ടതാണ്, ഈശോ നമുക്കൊരു ഭയങ്കര ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഈശോ ആരുടെയും ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ പോയിട്ടില്ല, വളരെ എക്സെപ്ഷണൽ കേസസ് അല്ലാതെ ക്ഷണിക്കപ്പെടാതെ ആരുടെയും ഭവനത്തിലേക്ക് പോയിട്ടില്ല. അപ്പം നമ്മുടെ ഒരു ക്ഷണം ഈശോയെ ഒന്ന് വരണേന്ന് പറഞ്ഞാൽ മാത്രം മതി, ഈശോ ഉറപ്പായിട്ട് വരും. അപ്പം ഒരു ഏറ്റവും മനോഹരമായിട്ടൊരു പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈശോയെ നീ വരണേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആവേ മരിയ.